السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ബഹുമാന്യ സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 61-ാമത്തെ ആയത്താണ് നാം വിശദീകരിച്ചു കൊണ്ടിരുന്നത്. അതിൻ്റെ അവസാന ഭാഗം ആണ് ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത്. ആ ആയത്ത് ഒന്നുകൂടി ശ്രവിക്കുക. أعوذ بالله من الشيطان الرجيم. وإذ قلتم يا موسى لن نصبر على طعام واحد فادع لنا ربك يخرج لنا مما تنبت الأرض من بقلها وقثائها وفومها وعدسها وبصلها قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون. ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون. ബനു ഇസ്രായേൽ വിഭാഗത്തിൻ്റെ നന്ദികേടിനെ വിശദീകരിച്ചുകൊണ്ടാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതാനും കാര്യങ്ങൾ ഇവിടെ വിശദമാക്കിയിട്ടുള്ളത്. ഒരേ ഭക്ഷണത്തിന്മേൽ ക്ഷമിക്കുവാൻ സാധ്യമല്ല. അതിനു പകരം ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന ചീര, വെള്ളരി, ഗോതമ്പ്, പയറ്, ഉള്ളി തുടങ്ങിയിട്ടുള്ള അവയിൽ നിന്ന് അങ്ങനെ ഭൂമി ഉൽപ്പാദിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ലഭിക്കണം. പകരം അല്ലാഹു വിശിഷ്ടമായി അവർക്ക് നൽകിയ മന്നയും സൽവയും അത് പോരാ എന്ന് പറയുകയും അതിനോട് നിങ്ങൾക്ക് ഭൂമിയിൽ വെച്ച് അല്ലാഹു നൽകുന്ന ഉത്തമമായ വിശിഷ്ടമായ വസ്തുക്കൾക്ക് പകരം വില കുറഞ്ഞ അല്ലെങ്കിൽ താണതായിട്ടുള്ള വസ്തുക്കളെയാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്ന് അല്ലാഹു ചോദിക്കുകയും, അതിനാണെങ്കിൽ അത്തരം വസ്തുക്കൾ കിട്ടുവാനാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലേക്ക് പോവുക, അവിടെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വസ്തുക്കൾ ലഭിക്കും എന്ന് പറയുകയും, അങ്ങനെ നിന്ദ്യതയും നിർഗതിയുമൊക്കെ അവരുടെ മേൽ അടിക്കപ്പെടുകയും അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള കോപം കൊണ്ട് അവർ മടങ്ങുകയും ചെയ്തു എന്ന കാര്യമാണ് ഇവിടെ വിശദീകരിച്ചത്.
ഇതെല്ലാം യഥാർത്ഥത്തിൽ ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون ذلك ഇതാണ് ഈ ഭാഗമാണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്. ذلك അത് ബിഅന്നഹും കാനു അവർ ആയിരുന്നത് കൊണ്ടാണ്, യക്ഫുറൂന അവർ അവിശ്വസിക്കും, ബി ആയാത്തില്ലാഹി അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ, വയഖ്തുലൂന അവർ കൊല്ലുകയും ചെയ്യും, അന്നബിയ്യീന പ്രവാചകന്മാരെ, ബിഗൈരിൽ ഹഖ് ന്യായം കൂടാതെ. ദാലിക അത് ബിമാ അസൗ അവർ അനുസരണക്കേട് ചെയ്തത് കൊണ്ടാണ്, വകാനു അവർ ആയിരുന്നതും കൊണ്ടാണ്, യഅ്തദൂൻ അതിര് കവിയുന്നത്. അപ്പോ ദാലിക ബി അന്നഹും കാനു യക്ഫുറൂന ബി ആയാത്തില്ലാഹ് അത് അള്ളാഹുവിന്റെ ആയത്തുകളിൽ അവർ അവിശ്വസിക്കുകയും, വയഖ്തുലൂന നബിയ്യീന ബിഗൈരിൽ ഹഖ് ന്യായമില്ലാതെ അവകാശമില്ലാതെ നബിമാരെ അവർ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നത് നിമിത്തമാകുന്നു. ദാലിക ബിമാ അസൗ വകാനു യഅ്തദൂൻ അത് അവർ അനുസരണക്കേട് ചെയ്തതും അവർ അതിക്രമം പ്രവർത്തിച്ചിരുന്നതും നിമിത്തമാകുന്നു. ഇവിടെ അള്ളാഹുവിന്റെ നിന്ദ്യത അള്ളാഹു അവരുടെ മേൽ നിന്ദ്യത അടിച്ചേൽപ്പിക്കുകയും നിർഗതിയെ അവർക്ക് നൽകുകയും ചെയ്തത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ്? അവർ അള്ളാഹുവിന്റെ ആയത്തുകളെ നിഷേധിച്ചത് കാരണത്താലും അവിശ്വസിച്ചത് കാരണത്താലും പ്രവാചകന്മാരെ വധിച്ചു കളഞ്ഞതും നിമിത്തമാകുന്നു. അങ്ങനെ അവർ അനുസരണക്കേട് ചെയ്യുകയും അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് അവരുടെ മേൽ ഇത്തരത്തിലുള്ള നിന്ദ്യതയും നിർഗതിയുമെല്ലാം അവർക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ദാലിക എന്ന് പറയുന്നത് അത് എന്ന അർത്ഥത്തിലാണ്. ദാലിക എന്ന് പറയുന്നത് അത് എന്ന അർത്ഥത്തിലാണ്. അതായത് അത് ഇസ്മ ഇഷാറയാണ്, ലിൽ ബഈദ്, ദൂരെയുള്ള ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി എന്ന അർത്ഥത്തിലാണ് ദാലിക പറയുന്നത്. ദാലിക ഇസ്മ ഇഷാറയാണ്. ذلك بأنهم كانوا يكفرون بآيات الله بأنهم ذلك എന്ന് പറയുന്നത് ഇസ്മു ഇഷാറയാണ്, മബ്നിയുൻ അലൽ ഫത്ഹ അല്ലേ, മബ്നിയുൻ അലൽ ഫത്ഹ ഫി മഹല്ല് എന്തായിരിക്കും? അത് ഫി മഹല്ല് ذلك ഫി മഹല്ല് റഫ്അ, അതായത് അത് മുബ്തദ ആകുന്നത് കൊണ്ട് അല്ലേ, മുബ്തദ ആകുന്നത് കൊണ്ട് ഫി മഹല്ല് റഫ്അ. ذلك بأنهم ബി എന്നത് ഹർഫ് ജറാണ്, ബി ഹർഫ് ജറാകുന്നു. അന്ന എന്ന് പറയുന്നത് ബി അന്നഹും എന്ന് പറയുമ്പോൾ അന്ന എന്ന് പറയുന്നത് ഹർഫ് തൗക്കീദാണ്, നസ്ബ് അല്ലേ, ഹർഫ് തൗക്കീദ് വ നസ്ബ്. ഹും എന്ന് പറയുന്നത് ലമീറാണ്, അന്നയിലേക്ക് ചേർക്കപ്പെട്ട ലമീറാണ് അല്ലേ, ലമീറുൻ മബ്നിയൻ അല സുക്കൂൻ.
അല സുക്കൂനി ഫി മഹല്ലി അന്നയുടെ ഇസ്മായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഫി മഹല്ല് നസ്ബ് അല്ലെ, ഫി മഹല്ല് നസ്ബ്, ഫി മഹല്ല് നസ്ബ്. കാരണം ഇസ്മ അന്ന. بأنهم كانوا يكفرون. السلام. كانوا يكفرون. കാനു എന്ന് പറയുന്നത് കാനു, കാന, കാന, കാനു. ذلك بأنهم അവർ, ذلك അത്, بأنهم അവർ, കാനു അവർ ആയിരുന്നത് കൊണ്ടാണ്. അപ്പൊ കാനു എന്നത് ഫിഅൽ മാദി. مبني على الضم. مبني على الضم. പിന്നെ അതിലെ വാവുൽ ജമാഅത്ത്, വാവുൽ ജമാഅത്ത് എന്താണ്? കാനു എന്ന് പറയുമ്പോൾ വമീറുൻ മബ്നിയുൻ അല സുകൂൻ അല്ലേ? واو الجماعة ضمير مبني على السكون في محل رفع اسم كان. في محل رفع اسم كان. ഓക്കെ. കാനയുടെ ഇസ്മ അത് മർഫുആണ്. കാനയുടെ ഇസ്മ മർഫു. അപ്പം കാനു അതിന്റെ സീഗ ഗായിബ് മുദക്കർ ജംഅ അല്ലേ? ഗായിബ് മുദക്കർ ജംഅ. അപ്പോൾ يكفرون كفر يكفر كفر يكفر يكفرون അവർ അവിശ്വസിക്കുന്നു അല്ലെങ്കിൽ അവർ അവിശ്വസിക്കും. യക്ഫുറൂന അവർ അവിശ്വസിക്കും. അവരുടെ യക്ഫുറു, യക്ഫുറാനി, യക്ഫുറൂന ഗായിബ് മുദക്കർ ജംഅ ആണ്. കാനു യക്ഫുറൂന ഫിഅൽ മുദാരി മർഫു ആണ്. ഫിഅൽ മുദാരി മർഫു ആകുന്നു. അപ്പോൾ കാനു യക്ഫുറൂന. അതിലെ കാനു യക്ഫുറൂന എന്ന് പറയുമ്പോൾ യക്ഫുറൂന കാനയുടെ ഖബറായിട്ട് യക്ഫുറൂന വരുന്നത് കൊണ്ട് ആ യക്ഫുറൂന എന്തായിരിക്കും? അൽ ജുംല ഫി മഹല്ലി നസ്ബാണ് അല്ലേ? കാനു യക്ഫുറൂന എന്ന് പറയുമ്പോൾ അത് ഫി മഹല്ലി നസ്ബാണ്, ഖബർ കാന എന്നുള്ളതായിരിക്കും. എന്നാൽ യക്ഫുറൂന എന്ന് പറയുമ്പോൾ, എന്നാൽ കാനു യക്ഫുറൂന എന്നത്, കാനു യക്ഫുറൂന എന്നത്, കാനു യക്ഫുറൂന എന്നത് എന്തായിരിക്കും? അതിനും ഒരു ചെറിയ ഒരു ഇതുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ ദാലിക ബി അന്ന ഹും കാനു യക്ഫുറൂന, ബി അന്ന,
അന്നയുടെ ഇസ്മാണ് ഹും. അത് അന്നയുടെ ഇസ്മ മൻസൂബാണ്. അപ്പോൾ അത് നസ്ബിന്റെ സ്ഥാനത്താണ് നമ്മൾ പറഞ്ഞു ഹും എന്നത്. അപ്പൊ കാനു യക്ഫുറൂന എന്നതും എന്തായിരിക്കും? അവിടെ ജുംലത്ത് കാനു യക്ഫുറൂന ഖബർ അന്നയാണ്. ഫി മഹല്ല് റഫ് ആയിട്ടാണ് വരിക. കാനു യക്ഫുറൂന എന്ന ആ ജുംല ഫി മഹല്ല് റഫ് ഖബർ അന്നയാണ്. മനസ്സിലായല്ലോ? അസ്സലാമു അലൈക്കും. ദാലിക എന്നത് നേരത്തെ ദാലിക ബി അന്നഹും, ദാലിക്കനെ സംബന്ധിച്ചത് മുബ്തദ ആണ് എന്ന് നമ്മൾ പറയുകയുണ്ടായി അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? ഇസ്മു ഇഷാറ ഫി മഹല്ല് റഫ് മുബ്തദ എന്ന് പറയുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ ബി അന്നഹും കാനു യക്ഫുറൂന എന്ന് വരുന്നത് മൊത്തമായും ആ മുബ്തദന്റെ ഖബറിന്റെ സ്ഥാനത്തായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുബ്തദവും ഖബറും തമ്മിലുള്ള ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ദാലിക എന്നത് മുബ്തദ ആണെങ്കിൽ ബി അന്നഹും കാനു യക്ഫുറൂന എന്ന ആ വാചകം മൊത്തമായും അത് ഖബറായിട്ടാണ് കാണേണ്ടത്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി അറിയാനുള്ളത്, ബി അന്നഹും കാനു യക്ഫുറൂന, യഥാർത്ഥത്തിൽ ഇത് ദാലിക ബി അന്ന, ബിക്ക് ശേഷം ബി ഹർഫാണ്, അതിനുശേഷം വീണ്ടും അന്ന എന്ന ഹർഫ് തൗക്കീദ് നസ്ബ് കടന്നു വന്നിരിക്കുകയാണ്. അപ്പൊ ദാലിക ബി അന്നഹും കാനു യക്ഫുറൂന എന്ന് പറയുന്നത് ദാലിക ബി കുഫ്രിഹിം, അത് അവരുടെ കുഫർ കൊണ്ടാകുന്നു എന്നാണ് യഥാർത്ഥത്തിൽ വരുന്നത്. ആ കുഫറിനെയാ തഅ്വീൽ ചെയ്തതാണ്, അതായത് ഒന്നുകൂടി വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ വിശദീകരിച്ച് പറഞ്ഞതാണ് ബി അന്നഹും കാനു യക്ഫുറൂന എന്ന്. അതുകൊണ്ട് ഇത്തരം ഇവിടെ കുഫർ എന്നത് കഫറ എന്നതിന്റെ മസ്ദറാണ്. ഈ മസ്ദർ സാധാരണ നിലയ്ക്ക് മസ്ദർ സ്വരീഹാണ് കുഫർ. ഇത് മസ്ദർ സ്വരീഹാണ് കുഫർ എന്ന് പറയുമ്പോൾ, എന്നാൽ അതിനെ മുഅവ്വലായി വരുന്ന, അതിനെ വിശദീകരിച്ച് വ്യാഖ്യാനിച്ച് പറയുന്ന മസ്ദറായിട്ടാണ് അന്നഹും കാനു യക്ഫുറൂന എന്ന് പറയുന്നിടത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ അതിന് മസ്ദർ മുഅവ്വലാണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ യഥാർത്ഥത്തിൽ അങ്ങനെ നോക്കുമ്പോൾ ബിക്ക് ശേഷം വരുന്ന, ബി എന്ന ഹർഫ് ജറിന് ശേഷം വരുന്ന, ബാന് ശേഷം വരുന്ന മസ്ദർ, ഇപ്പൊ ബി കുഫിരി എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ബി കുഫിരി എന്ന് നമ്മൾ പറഞ്ഞു. അത് മസ്ദർ സ്വരീഹ് ആയതുകൊണ്ട് വളരെ വ്യക്തമാണ് അത് ഇസ്മ മജ്റൂർ ആവുകയും അത് ജറ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബി എന്നതിന് ശേഷം വരുന്ന മസ്ദർ മുഅവ്വൽ അത് ഏതിന്റെ സ്ഥാനത്തായിരിക്കും? ജറിന്റെ സ്ഥാനത്ത് ആയിരിക്കും. ഫി മഹല്ല് ജറ് എന്നാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത്. ذلك بأنهم كانوا يكفرون بآيات الله. മനസ്സിലായിട്ടുണ്ടല്ലോ? ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق. മനസ്സിലായിട്ടില്ല? അപ്പോൾ മസ്ദർ മുഅവ്വൽ, അത് മസ്ദർ മുഅവ്വലുമായിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ അൽ-ബലാഗയിൽ അത് ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുമ്പോൾ അത് മനസ്സിലാകും. അത് ചെറിയ ഉദാഹരണങ്ങളിലൂടെ വേണമെങ്കിൽ പറയാം. മസ്ദർ മുഅവ്വൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഹർഫ് അതുപോലെ ഒരു ഫിഅൽ അത് ചേർന്ന് വരിക, അല്ലെങ്കിൽ
ഒരു ഹർഫ് അല്ലെങ്കിൽ ഒരു ഇസ്മ അത് ചേർന്ന് വരിക. ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഹർഫും ഒരു ഫിഅലും ചേർന്ന് വരിക എന്ന് പറയുമ്പോൾ, സാധാരണ ഫിഅല് മുളാരിയെ സംബന്ധിച്ച് നമുക്കറിയാം. യഖൂലു എന്ന് പറഞ്ഞാൽ പറയുന്നു എന്നാണ്. അൻ യഖൂല നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ട്. ഈ അൻ എന്തിന്റെ അന്നാണെന്നാ പഠിച്ചത്? അൻ യഖൂല, അൻ യഅമല, അൻ യുസാഇദ. ഈ അന്ന് അതായത് മുളാരിയായ ഒരു ഫിഅലിനെ നസ്ബ് ചെയ്യുന്ന നവാസിബുകളിൽപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ ഇത് അൻ എന്നത്. അപ്പോൾ അൻ യഖൂല എന്ന് പറയുമ്പോൾ, ഉദാഹരണമായി പറഞ്ഞാൽ, വിശുദ്ധ ഖുർആനിൽ ചെറിയൊരു ഉദാഹരണത്തിലൂടെ എനിക്ക് വ്യക്തമാക്കി തരാൻ ഞാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക. യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും. ചെറിയൊരു ഉദാഹരണമാണ്. യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും. യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും. അല്ലാഹു നിങ്ങൾക്ക് യുഖഫിഫ ലഘൂകരിക്കാൻ ഉദ്ദേശിക്കുന്നു. അല്ലാഹു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലഘൂകരിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാണ്. യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും. അല്ലാഹു നിങ്ങൾക്ക് ലഘൂകരിച്ചു തരുവാൻ ഉദ്ദേശിക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ്? യുരീദുല്ലാഹു അത്തഖ്ഫീഫ അൻകും. യുരീദുല്ലാഹു അല്ലാഹു ഉദ്ദേശിക്കുന്നു അത്തഖ്ഫീഫ ലഘൂകരണത്തെ ഉദ്ദേശിക്കുന്നു. നമുക്കറിയാം ഖഫഫ യുഖഫിഫു ലഘൂകരിച്ചു എന്നാണ്. ഖഫഫ എന്ന് പറഞ്ഞാൽ യുഖഫിഫു ലഘൂകരിക്കുന്നു. തഖ്ഫീഫ് എന്ന് പറയുമ്പോൾ ലഘൂകരണം എന്നാണ് പറയാം. അപ്പോൾ ഇവിടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ്? ലഘൂകരണത്തെയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. എന്നാൽ ആ ലഘൂകരണത്തെ എന്ന തഖ്ഫീഫ് എന്ന മസ്ദർ സ്വരീഹായി വരുന്ന, നേർക്ക് നേരെ ലഫ്ളിൽ നിന്ന്, ആ ഫിഅലിൽ നിന്ന് നേർക്ക് നേരെ കടന്നു വരുന്ന മസ്ദറാണ് തഖ്ഫീഫ്. ഖഫഫ യുഖഫിഫു തഖ്ഫീഫ്. ആ തഖ്ഫീഫിനെ എന്ത് ചെയ്യുന്നു? തഅ്വീൽ ചെയ്യുന്നു. എങ്ങനെയാ തഅ്വീൽ ചെയ്യുന്നത്? അള്ളാഹു നിങ്ങൾക്ക് ലഘൂകരണത്തെ ഉദ്ദേശിക്കുന്നു എന്നത് അവിടെ അൻ യുഖഫിഫ അൻകും. തഖ്ഫീഫ എന്നത് അൻ യുഖഫിഫ ലഘൂകരിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാവുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ഇവിടെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന തഖ്ദീർ, അതിന്റെ തഖ്ദീർ തഖ്ഫീഫാണ്. അൻ യുഖഫിഫ എന്നതിന്റെ തഖ്ദീർ തഖ്ഫീഫാകുന്നു. ഉദാഹരണം നേരത്തെ പറഞ്ഞ അൻ യഖൂല എന്ന് പറയുമ്പോൾ അൻ യഖൂലൽ ഹഖ്. അപ്പോൾ യംബഗി അൻ തഖൂലൽ ഹഖ്, നീ സത്യം പറയണം. അൻ തഖൂലൽ ഹഖ്, ഇവിടെ എന്താ തഖ്ദീർ? ഖൗലുൽ ഹഖാണ്. അതുപോലെ യജിബു അൻ തഫ്അലൽ ഖൈർ, നീ ഖൈർ പ്രവർത്തിക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ തഖ്ദീർ എന്താണ്? ഫിഅലുൽ ഖൈറാണ്. അപ്പോൾ ഇവിടെ മസ്ദർ സ്വരീഹിൽ നിന്ന് മസ്ദർ മുഅവ്വൽ ഈ രൂപത്തിൽ രൂപപ്പെടുന്നു. അത് ഒന്നുകൂടി വ്യക്തമാക്കി, അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടി സ്ഥാപിക്കുന്നതിന്, അല്ലെങ്കിൽ പിന്നെ ഉറപ്പിച്ച് പറയുന്നതിന് വേണ്ടിയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും, യുരീദുല്ലാഹു അത്തഖ്ഫീഫ അൻകും എന്ന് പറയുന്നത് അതിന് തുല്യമാണ്. അതാണ് യഥാർത്ഥത്തിൽ മസ്ദർ മുഅവ്വലിനുള്ള ഒരു ഉദാഹരണം. ഇതുപോലെയുള്ള ധാരാളം സന്ദർഭങ്ങളിൽ ഇത് കടന്നു വരുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നമ്മളെ ഈ ആയത്തിൽ സംഭവിച്ചത് ബി അന്നഹും കാനു, ബി അന്നഹും, ബി അന്നഹും കാനു യക്ഫുറൂന, അന്നഹും കാനു യക്ഫുറൂന എന്നത് അവർ അവിശ്വസിക്കുന്നത് കാരണം. ബിഅന്നഹും കാനു യക്ഫുറൂന, അവർ ആയിരുന്നത് കൊണ്ട്, അവിശ്വസിച്ചിരുന്നത് കൊണ്ട് എന്നൊക്കെ പറയാം. അവിശ്വസിക്കുന്നത് കൊണ്ട്.
അതുകൊണ്ട് അത് മസ്ദർ മുഅവ്വലാണ് എന്നാണ് ബി എന്നതിന് ശേഷം വരുന്ന. അതുകൊണ്ട് തന്നെ ബി കുഫിരി എന്ന് പറയുന്ന അവിടെ കഫറിന്റെ നേർക്ക് നേരെയുള്ള മസ്ദർ സ്വരീഹായി വരുന്നത് കുഫറാണ്. അപ്പൊ കുഫിരി എന്ന് പറയുന്നതിന് പകരം ഐ അന്നഹും കാനൂ യക്ഫുറൂന എന്ന് പറയും. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് പിന്നീട് പഠിക്കാം. വയഖ്തുലൂന നബിയ്യീന ബിഗൈരിൽ ഹഖ് ബിആയാത്തില്ലാഹി അല്ലേ, കാനൂ യക്ഫുറൂന ബിആയാത്തില്ലാഹി, അല്ലാഹുവിന്റെ ആയത്തുകൾ അവിശ്വസിക്കുന്നത് നിമിത്തം എന്നർത്ഥം. അപ്പൊ ബിആയാത്തില്ലാഹി, ബി എന്ന് പറയുന്നത് ബി എന്താകുന്നു? ഹർഫ് ജർ ആകുന്നു. അതുപോലെ ആയാത്ത്, ആയത്തുൻ ജമ്മ, ആയത്തിന്റെ ബഹുവചനമാകുന്നു ആയാത്ത്. ആയത്ത് ജമ്മ ആയാത്ത് എന്ന് പറയും. ആയത്തുൻ ജമ്മ ആയാത്ത് എന്താകുന്നു? ദാലിക ബിഅന്നഹും, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ എന്നർത്ഥം. ദൃഷ്ടാന്തങ്ങൾ, ആയത്ത് എന്നതിന് വ്യത്യസ്തമായ അർത്ഥമുണ്ട്. വചനം എന്ന അർത്ഥം പറയാറുണ്ട്, ദൃഷ്ടാന്തം എന്ന അർത്ഥത്തിൽ പറയാറുണ്ട്. ഇങ്ങനെയുള്ള ദൃഷ്ടാന്തം എന്ന അർത്ഥത്തിൽ വരുന്നതിനെയാണ് പൊതുവിൽ മുഅ്ജിസത്ത് എന്ന് പ്രവാചകന്മാർക്ക് നൽകപ്പെടുന്ന അവരുടെ കൈകളാൽ വരുന്നതിനെ ആയാത്ത് എന്ന് തന്നെ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് മുഅ്ജിസത്ത് എന്ന് പറയുമ്പോൾ അത് പ്രവാചകന്മാരുടെ കൈകളിലൂടെ സംഭവിക്കുന്ന, പ്രവാചകന്മാരിലൂടെ സംഭവിക്കുന്നതിന് പറയുന്നു. എന്നാൽ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളും ദൃഷ്ടാന്തങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. പോലെ ആയാത്ത് എന്ന് പറയുമ്പോൾ അത് വളരെ വിപുലമാണ് എന്നർത്ഥം. അപ്പോൾ ബി ആയാത്തില്ലാഹി, ബി ആയാത്തില്ലാഹി, ആയാത്തി എന്ന് പറയുമ്പോൾ ഇസ്മ മജ്റൂറാണ്. ആയാത്തില്ലാഹി എന്ന് ഇവിടെ ആയാത്തി എന്ന് പറയുമ്പോൾ ഇസ്മ മജ്റൂറാണ്. ബി ആയാത്തില്ലാഹി എന്ന് പറയുമ്പോൾ എന്താണ്? അള്ളാഹുവിന്റെ ആയത്ത്. അവിടെ ആയാത്തുല്ലാഹി, ഇങ്ങനെയാണ് ആയാത്തുല്ലാഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ എന്നർത്ഥം. അപ്പോൾ അവിടെ ഇളാഫത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിലേക്ക്. അപ്പൊ അത് മുലാഫ് ഇലൈഹിയാണ്. ലഫ്ദുൽ ജലാല, ലഫ്ദുൽ ജലാല മുലാഫ് ഇലൈഹിയാണ്. അള്ളാഹുവിന്റെ നാമമായ അള്ളാഹു എന്നത് മുലാഫ് ഇലൈഹിയാണ് ആയാത്തിലേക്ക്. അതുകൊണ്ട് അവിടെ അത് മുലാഫ് ഇലൈഹി, അത് മുലാഫ് ഇലൈഹിയാണ്. അതുകൊണ്ട് തന്നെ മജ്റൂറാണ് എന്നർത്ഥം. ആയാത്തുല്ലാഹി, ആയാത്തില്ലാഹി എന്ന് ബി അതിനു മുമ്പ് വന്നതുകൊണ്ട് ബി ആയാത്തില്ലാഹി എന്ന് പറയുന്നു. വയഖ്തുലൂന, വാവ് അത്ഫിന്റെ വാവാണ് അല്ലേ, അത്ഫിന്റെ വാവാണ്. വയഖ്തുലൂന, യഖ്തുലൂന, ഖതല യഖ്തുലു, ഖതല യഖ്തുലു, ഖതല യഖ്തുലു, യഖ്തുലു യഖ്തുലാനി യഖ്തുലൂന. ഗായിബ് മുദക്കർ ജംഅ് ആ സിഗയിൽ വരുന്നു യഖ്തുലൂന. അപ്പോൾ യഖ്തുലൂന അവർ വധിക്കുന്നു, അവർ വധിക്കുകയും ചെയ്യുന്നു. വയഖ്തുലൂന, അവർ വധിക്കുകയും ചെയ്യുന്നു. ഫിഅൽ മുളാരിയാണ്, മർഫൂ ആണ് അല്ലേ, ഫിഅൽ മുളാരിയാണ്, മർഫൂ ആകുന്നു. അതോടൊപ്പം യഖ്തുലൂന അന്നബിയ്യീന, യഖ്തുലൂന ഫിഅൽ മുളാരി മർഫൂ ആണ്. അതിലടങ്ങിയിട്ടുള്ള ളമീർ ഹും എന്ന ളമീറാണ് അതിലുള്ളത് എന്നുകൂടി മനസ്സിലാക്കുക. ളമീർ റഫ്ഇന്റെ സ്ഥാനത്താണ് ഉള്ളത്. ഫായിലായി വരുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള ആ ളമീർ ഹും എന്ന് വരുന്ന ആ ളമീർ മർഫൂ ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. വയഖ്തുലൂന അന്നബിയ്യീന, അന്നബിയ്യീന, നബിയുൻ അതിന്റെ ജംആണ്, അതിന്റെ ജംആണ് നബിയൂന. രണ്ട് രൂപത്തിൽ പറയും. അംബിയാ പറയും, നബിയൂന എന്നും പറയും. നബിയുൻ ജംഅ്, അംബിയാ അല്ലെങ്കിൽ നബിയൂന. അംബിയാ എന്ന് പറയുമ്പോൾ അത് ജംഅ് എന്ത് ജംആണ്?
അംബിയാ എന്ന് പറയുമ്പോൾ അത് എന്ത് ജംആണ്? തക്സീറിന്റെ ജംആണ്. എന്നാൽ നബിയൂന എന്ന് പറയുമ്പോൾ അത് എന്ത് ജംആണ്? നബിയൂന എന്നത് ജംഅ് മുദക്കർ സാലിമാകുന്നു. ജംഅ് മുദക്കർ സാലിമാകുന്നു. അപ്പൊ നബിയൂന, ഇവിടെ നബിയൂന എന്നാണ്. വയഖ്തുലൂന, അവർ വധിക്കുകയും ചെയ്യുന്നു. അന്നബിയീന എന്ന് പറയുമ്പോൾ നബിയൂന എന്നത് അന്നബിയൂന, അത് മഅരിഫയായിട്ടാണ് ഇവിടെ നൽകപ്പെടുന്നത്. അന്നബിയീന മൊത്തത്തിൽ മഫ്ഊൽ ബിഹി മൻസൂബ്, മഫ്ഊൽ ബിഹി മൻസൂബാണ്. ജംഅ് മുദക്കർ സാലിമിൽ വരുന്ന ഒരു ഇസ്മിന് നസ്ബ് ചെയ്യപ്പെടുമ്പോൾ, അതല്ലെങ്കിൽ അത് ജറ് ചെയ്യപ്പെടുമ്പോഴും വാവ് നൂന് എന്നത് യാ നൂന് ആയി മാറുന്നു. അതാണ് അതിൻ്റെ നസ്ബിന്റെ അടയാളമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സാധാരണ നസ്ബ് ചെയ്യുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ഫത്ഹ് നൽകിക്കൊണ്ട് നസ്ബ് ചെയ്യാറുണ്ട്. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ ജംഅ് മുദക്കർ സാലിമ് വരുന്ന സന്ദർഭത്തിൽ അവിടെ വാവ് നൂനിന് പകരം യാ നൂനാക്കിക്കൊണ്ട് അതിനെ എന്ത് ചെയ്യുന്നു? നസ്ബ് ചെയ്യുന്നു. അപ്പോ അന്നബിയീന വയഖ്തുലൂന അന്നബിയീന, അപ്പോൾ മഫ്ഊൽ ബിഹി മൻസൂബാണ് അന്നബിയൂന എന്നത് അവിടെ അന്നബിയീന എന്നായി മാറുന്നത്. വയഖ്തുലൂന അന്നബിയീന, അവർ പ്രവാചകന്മാരെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. ബിഗൈരിൽ ഹഖ്, ഇവിടെ ബി ഹർഫ് ജറാണ്. ബിഗൈരിൽ ഹഖ്, ഗൈർ കൂടാതെ, ഗൈർ എന്ന് പറഞ്ഞാൽ കൂടാതെ. ഇവിടെ ഗൈരി എന്ന് കാരണം എന്താണ്? ഇസ്മ മജ്റൂറായി വരുന്നു. അതുകൊണ്ട് ഇസ്മ മജ്റൂർ ആവുന്നത് കൊണ്ട് ബിഗൈരി എന്ന് വരുന്നു. എന്നാൽ ഇവിടെ ഗൈറുൽ ഹഖ്, ഗൈറുൽ ഹഖ് സത്യം കൂടാതെ, ന്യായം കൂടാതെ എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഹക്കിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഗൈർ അവിടെ മുദാഫും അൽ ഹഖ് മുദാഫ് ഇലൈഹിയും ആകുന്നു. അപ്പം ഗൈറുൽ ഹഖ് എന്ന് വരുന്നു. എന്നാൽ അതേസമയം ബി വരുന്നത് കൊണ്ട് ബിഗൈരി അത് ജറ് ചെയ്യപ്പെടുകയും ഇസ്മ മജ്റൂറായി തീരുകയും അതോടൊപ്പം അത് മുദാഫാവുകയും അൽ ഹഖ് അതിലേക്ക് ഇളാഫത്ത് ചെയ്യതുകൊണ്ട് അൽ ഹഖിലേക്ക് ഗൈർ ഇളാഫത്ത് ചെയ്യപ്പെടുകയും അതുകൊണ്ട് അൽ ഹഖ് മുദാഫ് ഇലൈഹി ആവുകയും അത് മജ്റൂറായി തീരുകയും ചെയ്യുന്നു. ബിഗൈരിൽ ഹഖ്, ബിഗൈരിൽ ഹഖ്. ദാലിക അത് നേരത്തെ പറഞ്ഞു, വിശദീകരിക്കുന്നില്ല. ഇസ്മു ഇഷാറ മബ്നിയുൻ അലൽ ഫത്ഹ്, അല്ലേ? അത് റഫ്ഇന്റെ സ്ഥാനത്താകുന്നു. ഇസ്മു ഇഷാറ മബ്നിയുൻ അലൽ ഫത്ഹി ഫി മഹല്ലി റഫ്ഇ, അല്ലേ? അത് മുബ്തദഇന്റെ സ്ഥാനത്താണ്. മുബ്തദഇന്റെ സ്ഥാനത്തായതുകൊണ്ട് അത് റഫ്ഇന്റെ റഫ്ആയി മാറും. മുബ്തദ ആയതുകൊണ്ട് റഫ്ഇന്റെ സ്ഥാനത്താകും. ഫി മഹല്ലി ذلك بما عصوا, അവർ അനുസരണക്കേട് ചെയ്തത് കൊണ്ട് എന്നർത്ഥം. ബിമാ അസൗ, ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബിമാ അസൗ ശ്രദ്ധിക്കുക. ബി എന്നത് നമുക്കറിയാം, അത് ഹർഫ് ജറാണ്. ഹർഫ് ജറാണ്. മാ എന്ന് വരുന്നത് അത് നിങ്ങൾ പഠിച്ചിട്ടുള്ള മാ എന്താണ്? പഠിച്ചിട്ടുള്ള മാ ഇസ്മ മൗസൂലാണ്. പക്ഷെ ഇത് ഇവിടെ
ഇവിടെ ഇസ്മ മാ ആയിട്ടല്ല, അല്ലെങ്കിൽ ഇസ്മ മൗസൂൽ ആയിട്ടല്ല. മാ എന്നത് ദാലിക ബി മാ എന്ന് പറയുമ്പോൾ അത് ഹർഫായിട്ടാണ് ഇവിടെ പരിഗണിക്കപ്പെടുന്നത്. അല്ല, നഫിയുമല്ല, അത് ഹർഫ് മസ്ദരിയായിട്ടാണ് വരുന്നത്. ഇതാണ് മസ്ദർ മുഅവ്വലിന്റെ മറ്റൊരു വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹർഫ് മസ്ദരി എന്ന് അതിനെക്കുറിച്ച് പറയും. കാരണം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അതിനുശേഷമുള്ള പദം അസൗ, അസൗ എന്നാണ്. അസൗ എന്ന് പറഞ്ഞാൽ അവർ അനുസരണക്കേട് കാണിച്ചു. അസ്വ, ഇതിൽ നിന്നാണ് അസൗ ഉണ്ടാകുന്നത്. പറയാം, അന്നയെക്കുറിച്ചും ഹർഫ് മസ്ദരി പറയാം. അത് ഹർഫ് മസ്ദരി എന്ന് പറയുമ്പോൾ അതിൽ അൻ നമ്മൾ സാധാരണ പറയുന്ന അൻ യഖൂല, അത് ഹർഫ് മസ്ദരിയാണ്. അൻ യഖൂല എന്ന് പറയുമ്പോൾ അത് ഹർഫ് മസ്ദരിയാണ്. അന്ന അത് അതുപോലെ തന്നെ ഹർഫ് മസ്ദരിയാണ്. അതുപോലെ കൈ, അത് ഹർഫ് മസ്ദരിയാണ്, അത് വരുന്ന സന്ദർഭം. അതുപോലെ മാ എന്ന് ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഈ മാ ഹർഫ് മസ്ദരിയാണ്. ലൗ എന്ന് പറയുന്നത് ഹർഫ് മസ്ദരിയാണ്. ഇങ്ങനെ ഹർഫ് മസ്ദരി ഏതാനും 5ഓളം ഹർഫ് മസ്ദരികളുണ്ട്. അപ്പോ ഇവിടെ ബിമാ അസൗ, അസൗ എന്ന് പറയുമ്പോൾ ഫിഅൽ മാദിയാണ് അസൗ, അല്ലേ? മബ്നിയുൻ അല ദമ്മി അൽ മുഖദ്ദർ. പിന്നെ അത് വാവുൽ ജമാഅത്ത്, അവിടെ അസൗ എന്ന് പറയുമ്പോൾ അവർ അനുസരണക്കേട് കാണിച്ചു എന്നാണ്. അപ്പോൾ ഫാഇലിന്റെ സ്ഥാനത്ത് അസൗ, അവിടെ വരുന്ന വമീർ, അവിടെ വരുന്ന അസൗ വാവുൽ ജമാഅത്ത് വമീറാണ്, മബ്നിയുൻ അല സുക്കൂനാണ്, ഫി മഹല്ല് റഫ്അ, ഫാഇലിന്റെ ഫാഇലായതുകൊണ്ട്. അപ്പൊ ഇവിടെ ഈ പറയുന്നത് പോലെ ബിമാ അസൗ എന്ന് പറയുന്ന ഈ മാ, അത് ഹർഫ് മസ്ദരി ആയതുകൊണ്ട് തന്നെ ബിഇസ്യാൻ, ദാലിക ബിഇസ്യാനിഹിം എന്ന് പറയാം. ദാലിക അസ എന്നതിന്റെ മസ്ദറായിട്ട്, മസ്ദർ സ്വരീഹായിക്കൊണ്ട് ഇസ്യാൻ എന്ന് പറയും. അപ്പോൾ ദാലിക ബിഇസ്യാനിഹിം, അതാണ് ദാലിക ബിമാ അസൗ എന്ന് പറയുന്നത്. അപ്പൊ അത് മസ്ദർ മുഅവ്വലാണ്. അപ്പൊ ബിമാ അസൗ, ബിമാ അസൗ എന്നത് യഥാർത്ഥത്തിൽ ജറിന്റെ സ്ഥാനത്താണത് വരുന്നത് എന്നർത്ഥം. ജറിന്റെ സ്ഥാനത്താണ് അത് കടന്നു വരുന്നത് എന്നർത്ഥം. അപ്പോൾ എങ്ങനെ പറയാമത്? അൽ മസ്ദറുൽ മുഅവ്വലു ഫി മഹല്ല് ജർ, ഫി മഹല്ല് ജർ ബിൽ ബാ. മനസ്സിലായോ? അപ്പോ ദാലിക ബിമാ അസൗ വകാനൂ യഅ്തദൂൻ, വാവ് വകാനൂ യഅ്തദൂൻ, അത്ഫിന്റെ വാവാണ്. വകാനൂ എന്നത് അവർ ആയിരുന്നു. നമ്മൾ സാധാരണ ഒരുപാട് തവണ വിശദീകരിച്ചതാണ്, ഇനി വിശദീകരിക്കേണ്ട കാര്യമില്ല. ഫിഅൽ മാദിയാണ്, മബ്നിയുൻ അല ദമ്മി, അല്ലേ? അതിലുള്ള വാവുൽ ജമാഅത്ത് കാനൂ എന്നതിലെ വാവുൽ ജമാഅത്ത് വമീർ മബ്നിയുൻ അല സുക്കൂനാണ്, ഫി മഹല്ല് റഫിന്റെ സ്ഥാനത്ത് വരുന്നു. കാരണം കാനൂ എന്നത് കാനയുടെ ഇസ്മാണ്, അല്ലേ? കാനൂ അത്
എന്താകുന്നു? ഇസ്മ കാനയായതുകൊണ്ടത് റഫ്ഇന്റെ സ്ഥാനത്ത് തന്നെയാണ് കടന്നു വരുന്നത്. ശരി. കാനൂ യഅ്തദൂൻ, 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 ഇഅ്തദാ, ഇഅ്തദാ, യഅ്തദി, ഇഅ്തദാ, യഅ്തദി എന്നാണ്. ഇഅ്തദാ, യഅ്തദി. ഇതിന്റെ അസ്ലിയായ പദം അദാ, അദാ എന്നാണ് അതിന്റെ അടിസ്ഥാന പദം. അദാ, യഅ്ദു, അദു. അതിന്റെ ഏത് വസനിലാണ് ഇത് കടന്നു വരുന്നത്? അദാ, യഅ്ദു. ഇഫ്തഅല വസനിലാണ് ഇത് രൂപപ്പെടുന്നത്. ഇഫ്തഅല വസനിലാണ് ഇത് രൂപപ്പെടുന്നത്. അതാണ് ഇഅ്തദാ എന്നത്. ഇഅ്തദാ. അപ്പോ ഇഅ്തദാ, യഅ്തദി, യഅ്തദൂൻ. യഅ്തദൂൻ എന്നത് ജംഅ്, ഗായിബ്, മുദക്കർ, ജംഅ് അല്ലെ, ജംഅ്, ആ സീഗയിലാണ് യഅ്തദൂൻ എന്ന് കടന്നു വരുന്നത്. യഅ്തദൂൻ എന്നത് അപ്പോ ذلك بما عصوا وكانوا يعتدون. അത് ഫിഅൽ മുളാരിഅാണ്. അല്ലേ? യഅ്തദൂൻ ഫിഅൽ മുളാരിഅാണ്, മർഫൂആണ്. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ വാവുൽ ജമാഅത്ത് അത് ളമീർ മബ്നിയൻ അല സുകൂനി ഫീ മഹൽ റഫ്, റഫിന്റെ സ്ഥാനത്ത്. യഅ്തദൂൻ ഫാഇല, അല്ലേ? അതോടൊപ്പം അൽ ജുംല യഅ്തദൂൻ എന്നത് കാനൂ യഅ്തദൂൻ എന്നായതുകൊണ്ട് വൽ ജുംലത്തു ഫീ മഹല്ലി നസ്ബ് എന്ന് പറയാം. കാരണം ഖബറു കാന, കാനയുടെ ഖബർ ആയതുകൊണ്ട് യഥാർത്ഥത്തിൽ അതെന്താകുന്നു? ആ രൂപത്തിലാകും. മനസ്സിലായല്ലോ? ഫീ മഹല്ലി നസ്ബ് ഖബർ കാന, കാനൂ യഅ്തദൂൻ. ഇൻഷാ അല്ലാഹ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താണ്? ഇവിടെ കഴിഞ്ഞ 2-3 ക്ലാസ്സിലായിട്ടാണ് ഈ ആയത്ത് വിശദീകരിച്ചത്. വഇദ് ഖുൽതും യാ മൂസാ ലൻ നസ്ബിറ അലാ തുആമിൻ വാഹിദിൻ ഫദ്ഉ ലനാ റബ്ബക യുഖ്രിജ് ലനാ മിമ്മാ തുൻബിതുൽ അർദു മിൻ ബഖ്ലിഹാ വഖിസ്സാഇഹാ വഫൂമിഹാ വഅദസിഹാ വബസലിഹാ قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون. ഈ ആയത്തിന് മുഹമ്മദ് അമാനി മൗലവി നൽകിയ വിശദീകരണം മാത്രം വായിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇസ്രായേല്യരുടെ നന്ദികേടിന്റെയും ദുഷാഠ്യത്തിന്റെയും മറ്റൊരു ഉദാഹരണമാണിത്. അധ്വാനം കൂടാതെ സുഭിക്ഷം ലഭിച്ചുകൊണ്ടിരുന്ന മന്നായും സൽവായും കൊണ്ട് തൃപ്തിപ്പെടാതെ ഞങ്ങൾക്ക് ഈ ഒരു ഭക്ഷണം കൊണ്ട് ജീവിക്കുവാൻ സാധ്യമല്ലെന്നും ഞങ്ങൾക്ക് ധാന്യവും പച്ചക്കറിയുമൊക്കെ ഉൽപ്പാദിപ്പിച്ച് കിട്ടണമെന്നും അതിനായി പ്രാർത്ഥിക്കണമെന്നും അവർ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിയോട് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ ഫലമായി ഇതുപോലെ പലതും അവർക്ക് സാധ്യമായിട്ടുണ്ടല്ലോ. ഈ വിഷയം ബൈബിൾ ഇങ്ങനെ ഉദ്ധരിക്കുന്നു: പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്രജാതി ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും? ഞങ്ങൾ മിസ്രഈമിൽ, അതായത് ഈജിപ്തിൽ വെച്ച് വില കൂടാതെ തിന്നിരുന്ന മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചുറ്റുള്ളി,
അതായത് വെളുത്തുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു, ഈ മന്ന അല്ലാതെ ഒന്നും കാണുവാനില്ല എന്നവർ പറഞ്ഞു. സംഖ്യാപുസ്തകം 11:4-7. പ്രതിഷേധ സ്വരത്തിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, അധ്വാനിക്കാതെ ഇഷ്ടം പോലെ ലഭിച്ചു വരുന്ന അള്ളാഹു നിങ്ങൾക്ക് പ്രത്യേകമായി അനുഗ്രഹിച്ചു തന്ന രുചികരവും ആസ്വാദ്യവുമായ ഈ ഉത്തമ ഭക്ഷണം കൊണ്ട് തൃപ്തിപ്പെടാതെ അതിനു പകരം ഭൂമിയിൽ പ്രയത്നം ചെയ്തു മാത്രം ലഭിക്കുന്ന എല്ലാവരും പൊതുവെ ഉപയോഗിച്ചു വരുന്ന താഴേക്കിട ഭക്ഷണം തന്നെ വേണമെന്നാണോ നിങ്ങളുടെ ആവശ്യം? ആശ്ചര്യം തന്നെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ മരുഭൂമിയിൽ നിന്ന് വല്ല നഗരത്തിലും പോയി താമസിച്ചു കൊള്ളുക, എന്നാൽ നിങ്ങളുടെ ഈ ആവശ്യങ്ങളെല്ലാം സാധിക്കുമെന്നതാണ് എന്നൊക്കെ. പക്ഷേ അവരുണ്ടോ അതിന് തയ്യാറാകുമായിരുന്നെങ്കിൽ ആ മരുഭൂമിയിൽ അവർ അലഞ്ഞു തിരിയേണ്ടി വരുമായിരുന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട ആ ഭൂമിയിലേക്ക് പോവാതെ അവർ അവിടെ അലഞ്ഞു തിരിഞ്ഞ് ഇരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവരുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് അവർ പ്രവേശിക്കുകയാണെങ്കിൽ അവിടെ അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ അവർക്ക് ചൊരിയും. പക്ഷെ അത് ചെയ്യാതെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വീണ്ടും വീണ്ടും അധ്വാനിക്കാതെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് പലതും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ഇനി അത് തുറന്നുകൊണ്ട് അദ്ദേഹം പറയുന്നു, വദുരിബത് അലൈഹിമുസ് ദില്ലതു വൽ മസ്കന, അവരുടെ മേൽ നിന്ദ്യതയും പതിതത്വവും അടിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിന്റെ സാരം അവരെ ഉള്ളിലാക്കിക്കൊണ്ട് അവരുടെ മീതെ ഒരു തമ്പടിച്ചാലെന്ന പോലെ നിന്ദ്യതയും പതിതത്വവും വിട്ടുമാറാതെ അവരെ മൂടിക്കളഞ്ഞിരിക്കുന്നുവെന്നത്രേ. അഥവാ ശൗര്യവും വീര്യവുമില്ലാത്ത, അഭിമാനവും അന്തസ്സുമില്ലാത്ത ഒരു സമുദായമായി അവർ അധപ്പതിച്ചിരിക്കുന്നു എന്ന് താല്പര്യം. അള്ളാഹുവിങ്കിൽ നിന്നുള്ള കോപവും കൊണ്ട് അവർ മടങ്ങുകയും ചെയ്തു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അവരുടെ ജീവിതയാത്രയിൽ അവർക്ക് ആകെ നേടിയെടുക്കുവാൻ കഴിഞ്ഞത് അള്ളാഹുവിന്റെ കോപമാണ് എന്നത്രേ. അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് അവർ പാത്രമായത് ഒരേ ഭക്ഷണവുമായി കഴിഞ്ഞുകൂടുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ലെന്ന് അവർ പറഞ്ഞത് നിമിത്തമാണെന്നല്ല ഉദ്ദേശം. അതിനുള്ള കാരണങ്ങൾ തുടർന്നുള്ള 2 വാക്യങ്ങളിൽ അള്ളാഹു തന്നെ അതാ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിന്ദ്യതയും അതുപോലെ തന്നെ പതിതത്വവും അവരെ മേൽ അടിച്ചേൽപ്പിച്ചു. അവർക്ക് അള്ളാഹുവിനുള്ള കോപം അവർക്കുണ്ടായി എന്നൊക്കെ പറയുന്നത് കേവലം ഈ ഒരു ഭക്ഷണം അവർ ആവശ്യപ്പെട്ടത് കൊണ്ടല്ല, മറിച്ച് ദാലിക ബി അന്നഹും കാനൂ യക്ഫുറൂന ബി ആയാത്തില്ലാഹി വയഖ്തുലൂന നബിയ്യന ബിഗൈരി ഹഖ് ദാലിക ബിമാ അസൗ വകാനൂ യഅ്തദൂൻ. അവർ ആ നിലക്ക് എല്ലാ നിലക്കുമുള്ള നിഷേധം കാണിക്കുകയും അതുപോലെ പ്രവാചകന്മാരെ വധിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. അത് മൊത്തത്തിൽ ബനു ഇസ്രായേൽ വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞതാണ്. മൂസാ നബിയുടെ അനുയായികൾ അവിടെ പ്രവാചകനെ വധിച്ചു എന്നതിന് അർത്ഥമില്ല. മൊത്തത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന യഹൂദ വിഭാഗം, അതുപോലെ തന്നെ അത്തരം വിഭാഗങ്ങളെ സംബന്ധിച്ച് അവരോട് ആണ് ഇവിടെ ഈ കാര്യം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ അമാനി മൗലവി വിശദീകരിക്കുന്നത് അപ്രകാരമാണ്. അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് അവർ പാത്രമായത് ഒരേ ഭക്ഷണവുമായി കഴിഞ്ഞുകൂടാൻ ഞങ്ങൾക്ക് സാധ്യമല്ലെന്ന് അവർ പറഞ്ഞത് നിമിത്തമാണെന്നല്ല ഉദ്ദേശം. അതിനുള്ള കാരണങ്ങൾ തുടർന്നുള്ള 2 വാക്യങ്ങളിൽ അള്ളാഹു തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ അവർ അവിശ്വസിക്കുകയും ന്യായമില്ലാതെ നബിമാരെ കൊല്ലുകയും ചെയ്തിരുന്നത് കൊണ്ടാണ് അത്. അവർ അനുസരണക്കേട് കാണിച്ചതും അതിക്രമം പ്രവർത്തിച്ചു കൊണ്ടിരുന്നതും കൊണ്ടാണത്. അതെ, ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കൽ, പ്രവാചകന്മാരെ കൊല ചെയ്യൽ, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കൽ, അതിക്രമം പ്രവർത്തിക്കൽ എന്നിവയൊക്കെ അവരുടെ പതിവായി തീർന്നതാണ് അതിനു കാരണം. ഒരു മതസമുദായം എന്ന നിലക്ക് നോക്കുമ്പോൾ ഈ വിഷയങ്ങളിൽ മറ്റേതൊരു സമുദായത്തിന്റെ ചരിത്രത്തെക്കാളും ക്രൂരമായതാണ് യഹൂദികളുടെ ചരിത്രം. അള്ളാഹു ചൂണ്ടിക്കാട്ടിയ ഈ 4 കാരണങ്ങളിൽ പ്രവാചകന്മാരെ കൊല ചെയ്യൽ ഒഴികെയുള്ള കാര്യങ്ങൾ മൂസാ നബിയുടെ കാലം മുതൽ തന്നെ അവരിൽ ആരംഭിച്ചു കഴിയുകയും പിന്നീട് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തിട്ടുള്ളവയാകുന്നു. പ്രവാചകന്മാരെ കൊലപ്പെടുത്തലാവട്ടെ മൂസാ നബിയുടെ ശേഷം കുറെ കഴിഞ്ഞാണ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ യഹൂദികൾ അള്ളാഹുവിന്റെ ശാപകോപങ്ങളാൽ മുദ്ര കുത്തപ്പെട്ട അഥവാ ശപിക്കപ്പെട്ട സമുദായമായി തീർന്നത് മൂസാ നബിയുടെ കാലത്തല്ലെന്നും പിൽക്കാലങ്ങളിലാണെന്നും ഇതിൽ നിന്ന് വ്യക്തമാണ്. അവരുടെ പൂർവ്വകാലക്കാരെപ്പറ്റി ഇതിനു മുമ്പ് ഫദ്ദലക്കും അലൽ ആലമീൻ, നിങ്ങളെ ലോകരേക്കാൾ നാം ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞതും ഇതും തമ്മിൽ പൊരുത്തക്കേടില്ലെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. നിന്ദ്യരും ഹീനരുമായിട്ടല്ലാതെ
അന്തസ്സും അഭിമാനവുമുള്ള ഒരു സമുദായമായി കൊണ്ട് ലോകത്ത് കഴിഞ്ഞുകൂടിയ ഒരു ചരിത്രം യഹൂദ സമുദായത്തിനുണ്ടായിട്ടില്ല. ഇതിന് പ്രത്യക്ഷത്തിൽ ഒരു അപവാദമായി പറയാനുള്ളത് അല്പവർഷങ്ങൾക്ക് മുമ്പ് ഫലസ്തീനിൽ അവർ സ്ഥാപിച്ച ഇസ്രായേൽ രാഷ്ട്രം മാത്രമാണുള്ളത്. ലോകരാഷ്ട്രങ്ങളിൽ വെച്ച് ഒരു രാഷ്ട്രമെന്ന നിലക്ക് ഏറ്റവും വെറുക്കപ്പെട്ട അതിന്റെ സ്ഥാപനവും അതിന്റെ നിലനിൽപ്പും വാസ്തവത്തിൽ അതിന്റെ സ്വന്തം കാലുകളിലല്ല സ്ഥിതി ചെയ്യുന്നത്. ചില വൻ കോയ്മകളുടെ സ്വാർത്ഥ താല്പര്യങ്ങളും സഹായങ്ങളുമാണ് അതിന്റെ പിന്നിലുള്ളത്. ഇതിനെപ്പറ്റി ആലി ഇമ്രാൻ 112 വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. ഇസ്രായേലിയരുടെ അനുസരണക്കേടിനും അതിക്രമത്തിനും ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കായ്മക്കും പല ഉദാഹരണങ്ങളും ഖുർആനിൽ കാണാവുന്നതാണ്. എന്നാൽ അവർ പ്രവാചകന്മാരെ കൊലപ്പെടുത്തിയിരുന്നതായി പൊതുവിൽ പറഞ്ഞതല്ലാതെ അങ്ങനെയുള്ളൊരു സംഭവവും ഖുർആനിൽ പ്രസ്താവിക്കപ്പെട്ടിട്ടില്ല. ബലപ്പെട്ട ഹദീസുകളിലും കാണപ്പെടുന്നില്ല. അതേസമയത്ത് അവരുടെ കയ്യിൽ നിലവിലുള്ള അവരുടെ വേദപുസ്തകത്തിൽ ബൈബിളിൽ അതിന് ഉദാഹരണങ്ങൾ പലതുണ്ട് താനും. അവ പരിശോധിക്കുമ്പോൾ താഴെ 87 വചനത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് പോലെ പ്രവാചകന്മാരുടെ നേരെ ക്രൂരമർദ്ദനങ്ങൾ നടത്തുന്നതിലും അവരെ മൃഗീയമായി കൊലപ്പെടുത്തുന്നതിലും അവർക്കൊരു പാരമ്പര്യം തന്നെ ഉണ്ടെന്നാണ് കാണാവുന്നത്. ബൈബിളിലെ ചില ഉദാഹരണങ്ങൾ ഇവിടെ ചുരുക്കി ഉദ്ധരിക്കാം. ഒരു ഇസ്രായേലി രാജാവായിരുന്ന ആബീലിന്റെ അക്രമവും മർദ്ദനവും ഭയന്ന് ഏലിയ പ്രവാചകൻ അഥവാ ഇല്യാസ് നബി നാടുവിടേണ്ടി വന്നു. 40 ദിവസം മുഴുപട്ടിന് സഹിച്ച് നടന്ന് ഒടുക്കം ഹോറേബ് പർവ്വതത്തിലെത്തി ഒരു ഗുഹയിൽ പാർത്തു. അവിടെ വെച്ച് ആ പ്രവാചകൻ യഹോവയോട് അള്ളാഹുവിനോട് ഇങ്ങനെ സങ്കടപ്പെടുന്നു: ഇസ്രായേൽ മക്കൾ നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. അവർ എനിക്കും ജീവഹാനി വരുത്താൻ നോക്കുന്നു. ഇത് ബൈബിളിലെ ഒരു ഉദ്ധരണിയാണ്. ഇസ്രായേലി രാഷ്ട്രമായിരുന്ന യഹൂദിയയിൽ വിഗ്രഹാരാധനയെയും വ്യഭിചാരത്തെയും ആക്ഷേപിച്ചു കൊണ്ടിരുന്നത് നിമിത്തം യോവാഷ് രാജാവിന്റെ കൽപ്പന പ്രകാരം യഹോവയുടെ ആലയത്തിന്റെ പ്രകാരത്തിൽ വെച്ച് അവർ ജനക്കൂട്ടം സക്കരിയാനെ കല്ലെറിഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ പിതാവ് തനിക്ക് ചെയ്തിരുന്ന ദയ പോലും വകവെക്കാതെ അവർ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. അപ്പോ ഇതും പിന്നെ ബൈബിളിലെ ഒരു ഉദ്ധരണിയാണ്. അതുപോലെ മറ്റൊരു ഉദ്ധരണി യഹൂദിയയിലെ രാജാവായ ഹെരോദയുടെ ദുർനടപ്പുകളെ കുറിച്ച് ആക്ഷേപിച്ചതിനെ തുടർന്നും അവന്റെ ഒരു കാമുകിയായിരുന്ന ബാലയുടെ ആവശ്യമനുസരിച്ചും അവൻ യോഹന്നാന്റെ അതായത് യഹ്യാ നബിയുടെ തലവെട്ടി തലികയിൽ അവൾക്ക് വെച്ചുകൊടുത്തു. ഇതൊക്കെ ബൈബിളിൽ വന്നിട്ടുള്ള ചില ഉദാഹരണങ്ങളാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ ഏതൊക്കെ പ്രവാചകന്മാരെ അവർ വധിച്ചു എന്നോ തുടങ്ങിയ കാര്യങ്ങൾ ഖുർആനിലോ ഹദീസിലോ അങ്ങനെ പരാമർശിക്കപ്പെട്ടതായി ഇല്ല എന്നുള്ളതാണ് ഇവിടെ അമാനി മൗലി അടക്കമുള്ള മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതാണ് ഈ ആയത്തിന്റെ വിശദീകരണമായി അദ്ദേഹം നൽകിയിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് പഠിക്കാം. അടുത്ത ആയത്തും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും അതോടൊപ്പം അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഈ വിശുദ്ധ ഖുർആനിനെ എപ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ പ്രകാശമായി സൂക്ഷിക്കുക. ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുവാനും മറ്റുള്ളവർക്ക് നന്മകൾ ചൊരിഞ്ഞു കൊടുക്കുവാനും വിശുദ്ധ ഖുർആൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന കാര്യം നാം പ്രത്യേകം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ആ ഖുർആനിനെ മനസ്സിൽ സൂക്ഷിച്ച് അതൊരു പ്രകാശമായി സൂക്ഷിച്ചുകൊണ്ട് മുന്നിലേക്കുള്ള വെളിച്ചമായിക്കൊണ്ട് മുൻപോട്ടുള്ള ജീവിതത്തിലേക്കുള്ള ഒരു പ്രകാശമായിക്കൊണ്ട് ആ പ്രകാശം സിറാത്തുൽ മുസ്തഖീമിലൂടെ നമുക്ക് വെളിച്ചം പകർന്നു തന്നുകൊണ്ട് നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന രൂപത്തിലേക്ക് അത് മാറേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ അബദ്ധങ്ങൾ അവൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുമുള്ള ഖൈറും ബർക്കത്തും നമുക്ക് ചൊരിയുമാറാവട്ടെ. നമ്മുടെ കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം ആ കൂട്ടായ്മക്ക് അല്ലാഹു എല്ലാ തരത്തിലുമുള്ള അനുഗ്രഹങ്ങളും അവൻ ചൊരിഞ്ഞു തരുമാറാവട്ടെ. ആ കൂട്ടായ്മയിൽ ഭിന്നതകളും കുഴപ്പങ്ങളും സൃഷ്ടിക്കുന്ന അനാവശ്യമായ ഫസാദുകളെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരെ അല്ലാഹു യഥാർത്ഥ ഹിദായത്ത് നൽകുകയും നമ്മോടൊപ്പം പ്രവർത്തിക്കുവാനും യഥാർത്ഥ തൗഹീദിനു വേണ്ടിയും യഥാർത്ഥ സുന്നത്തിനു വേണ്ടിയും ആദർശ സംരക്ഷണത്തിനു വേണ്ടിയും ഒന്നിച്ചു പോരാടുന്നതിനു വേണ്ടിയും ഒക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് അല്ലാഹു ഇത് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين
والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.